സർ ഖമേനിയുടെ താൽക്കാലിക പിൻഗാമിയായി ആയത്തുള്ള അലി റസ അറാഫി ചുമതലയേൽക്കുമ്പോൾ ഇറാൻ വളരെ ഉറച്ച നിലപാടിൽ അല്ലെങ്കിൽ ഉറച്ച തീരുമാനങ്ങളാണ് പറയുന്നത് എന്ന് ഇറാനിലെ തന്നെ ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖമേനിയേക്കാൾ ഭീകരമായ തീരുമാനങ്ങളായിരിക്കും അറാഫിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് ഇറാൻ തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെ ഇറാനെതിരായ ലോകരാജ്യങ്ങൾ ഖമേനിയേക്കാൾ ഉപരി അറാഫിയെ ഭയക്കേണ്ടുന്ന സാഹചര്യമാണോ? അതല്ലെങ്കിൽ ഏത് രീതിയിൽ അറാഫി അല്ലെങ്കിൽ ഇറാൻ ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് സാധ്യത? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവർക്ക് നിത്യം ആഹാരം കഴിക്കുന്ന മാതിരി ഒരു സംഭവമായിട്ടാണ് നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അവർക്ക് യുദ്ധമില്ലാത്ത സമയം വളരെ ചുരുക്കമായിട്ടാണ് കാണാൻ സാധിക്കുക. നീണ്ട ഒരു കാലഘട്ടം ഇറാഖുമായി അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ ലൈഫിൽ അവരുടെ ആ ഒരു ആന്തരിക ഘടന തന്നെ യുദ്ധത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് വളരെ കാര്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇറാന്റെ പ്രധാനമന്ത്രിയാണ് നമ്മളിപ്പോൾ കൊല ചെയ്യപ്പെട്ടതായി നമ്മൾ കണ്ടത്. പക്ഷേ ഇറാന് വളരെ ശക്തനായ ഒരു പ്രസിഡന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. മസൂദ്, ഇറാന്റെ പ്രസിഡന്റ്. അപ്പോ നമ്മുടെ ഇന്ത്യയിൽ സംബന്ധിച്ചോളം പ്രസിഡന്റിന് വലിയ റോളൊന്നുമില്ല. ഏതാണ്ട് അതുമാതിരി തന്നെ ആയിരിക്കും ഇറാനിലും എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഊഹിക്കാം. പക്ഷേ ഇറാനിയൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ഒരു ചുമതല തന്നെ ഇറാന്റെ ഭരണത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ പ്രധാനമന്ത്രി മരിച്ചുപോയ അലി ഖൊമേനിക്ക് ഉള്ളത്. ആ അലി ഖൊമേനി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് ഇപ്പോ പ്രഖ്യാപിച്ചത്. താൽക്കാലിക പ്രഖ്യാപനമാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി പിൻഗാമിയായി വരുമെന്നൊന്നും യാതൊരു ഉറപ്പും ഒരു സൂചനയും ഒന്നും ആയിട്ടില്ല. ഇത് മുന്നേ കൂട്ടി ഇപ്പോഴുള്ള ഇറാനിലെ ഭരണകൂടം അവർക്ക് തന്നെ ഭരണത്തിൽ ഇരിക്കാനുള്ള ആ ഒരു മോഹത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സംഭവമാണ്. യുദ്ധം നടക്കുകയാണ്. യുദ്ധം കഴിയുന്നത് എന്നാണെന്ന് ആർക്കും അറിയില്ല. ഈ യുദ്ധം തന്നെ എന്തിനാ ഉണ്ടായതെന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അതായത് ഇപ്പോഴുള്ള ഭരണം, അതായത് പ്രധാനമന്ത്രി നേതൃത്വം നടക്കുന്ന ഭരണം വളരെ ദുഷിച്ചതും ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതാനും മാസങ്ങൾ മുന്നേ, 2-3 മാസം മുന്നേ 52,000 ആൾക്കാരെ വെടിവെച്ചു കൊന്നിട്ടുണ്ട്. ഇതൊന്നും ശരിയായ രീതിയിൽ പുറം ലോകം അറിയാത്ത സംഭവങ്ങളാണ്. അവിടുത്തെ ജനജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കർശനമായിട്ട് നടപ്പാക്കുന്ന, നമ്മൾ ഖലിസ്ഥാനെ അറിയുന്നുള്ളൂ, നമ്മൾ ഖലിസ്ഥാന് വേണ്ടിയിട്ടേ പറയുന്നുള്ളൂ. ഇറാനിലെ ഈ സംഭവങ്ങൾ നമ്മൾ സംസാരിക്കുന്നേ ഇല്ല. പക്ഷെ അതിനേക്കാൾ ഭയാനകമാണത്രേ ഇറാന്റെ ഉള്ളിലുള്ള ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ. അപ്പോ ഇറാൻ ഇത്തരം നിയമങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ ഭരണം അവിടെ വരുത്തണം, അവിടെയുള്ള ജനങ്ങളെ എല്ലാം ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ ഭരണകൂടം ആഗ്രഹിക്കുന്നത്. പക്ഷെ ജനങ്ങൾ അതിന് തയ്യാറല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു ജനവും തയ്യാറാവില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാ. ഇസ്ലാമികം അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശം പൂർണ്ണമായി ഉൾക്കൊണ്ട് ഈ ജനത ജീവിക്കുമെന്ന് ചില മതഭ്രാന്തന്മാർക്ക് വ്യാമോഹമുണ്ടായിരിക്കാം.
ആ വ്യാമോഹത്തിന്റെ ഫലമായിട്ട് സ്ത്രീകൾക്കെതിരെ പലതരം നിയമങ്ങൾ കൊണ്ടുവന്നേക്കാം, നിയമങ്ങൾ നടപ്പാക്കിയിരിക്കാം, സ്ത്രീകളെ അടിമകളാക്കി വെറും ഒരു ഭോഗവസ്തുവാക്കി മാറ്റിക്കൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ സ്ത്രീകളെ മാറ്റിവെച്ചിരിക്കുന്ന ആ ഇസ്ലാമിക ഭരണ തത്വം ഇറാനിൽ അതിന്റെ അപ്പുറത്താണ് നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൃഗീയമായ ഒരു പൈശാചികമായിട്ടുള്ള ഈ ഭരണകൂടം അവിടെ ജനങ്ങൾ അതിനെ അനുകൂലിക്കുമോ? അപ്പോ ഈ ഭരണകൂടം മാറണമെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി, ഒരു വിഘടനവാദം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ വലിയൊരു ഇത് നടക്കേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ ഭരണാധികാരി ആരാകുമെന്ന് ഇപ്പോഴൊന്നും ശരിയായി നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ യുദ്ധം ചെയ്ത് ജയിച്ചാൽ മാത്രമേ ഈ ഭരിക്കുന്ന ഇവർക്ക് അവരുടെ പിൻഗാമിയെ വെച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ കഴിയുകയുള്ളൂ. അല്ലാത്ത യുദ്ധത്തിൽ അവർ ജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ജയപ്രഖ്യാപനം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ താൽക്കാലികമായിട്ട് ഈ ഭരണകൂടത്തിന് ഈ പുതിയ ഭരണാധികാരിയെ പ്രഖ്യാപിച്ചുകൊണ്ട് താൽക്കാലിക ഒരു സ്വപ്നമായിട്ട് അത് മാറുകയുള്ളൂ. അല്ലാതെ ശരിയായ ഒരു പ്രധാനമന്ത്രി ആരായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത് എന്നും ഈ പ്രസിഡന്റ് തന്നെ മാറൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിനങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തൊക്കെ പറഞ്ഞാലും ഇവർ വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയായിരുന്നു. അമേരിക്കയും ഇസ്രായേലും എടുത്തു ചാടി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവരെക്കാട്ടും ശക്തമായിട്ട് ഇവർ പ്രതികരിക്കുന്നു എന്ന് വിചാരിച്ചാൽ വളരെ യുദ്ധത്തിന് തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പുതിയ പിൻഗാമിയെ നിലവിലെ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് അവരുടെ ഇടയിൽ തന്നെ, അതായത് ഭരണകൂടം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഇടയിൽ തന്നെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച ഒരു നേതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരിൽ തന്നെ ചില വിഭാഗീയതകൾ ഈ വിഷയത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതാണ് ഇത് താൽക്കാലികമായിട്ട് അവർ തന്നെ ഒരാളെ വെക്കുമ്പോൾ അവരിൽ തന്നെ വിഘടനവാദം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം ഈ വേറെയും ഇദ്ദേഹം ത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ മിലിറ്ററി സർവീസ് അങ്ങനെ ആയിട്ട് വന്ന് ആ ഈ നേതൃത്വത്തിൽ വന്ന ഒരാളാണ്. സാധാരണഗതിയിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ വരുന്നവര് ഈ മതവുമായി ബന്ധപ്പെട്ട്, മതകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ പഠനം ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ മുല്ലാക്ക മൗലവി തങ്ങൾ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ആൾക്കാരാണ് ആ നേതൃത്വത്തിൽ സാധാരണ വരിക. അപ്പോ അത്തരത്തിലുള്ള ഒരാളെ തന്നെ അവർക്ക് കണ്ടെത്തേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ താൽക്കാലിക പിൻഗാമിയെ പൂർണ്ണമായും ഇവർ തന്നെ യുദ്ധത്തിൽ വിജയിച്ച്, അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്, എന്നാലും നമുക്ക് അനുമാനിക്കാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോ ഈ താൽക്കാലിക പിൻഗാമിയെ ചിലപ്പോ നിലവിലെ മിലിറ്ററിക്ക്, ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മിലിറ്ററിക്ക് ഒരു സപ്പോർട്ട് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ശക്തി കിട്ടാനോ വേണ്ടിയിട്ടായിരിക്കുമോ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു വരുത്തിയത് എന്നുകൂടി നമുക്ക് ഈ സമയത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ അറാഫി യഥാർത്ഥത്തിൽ ഒരു താൽക്കാലിക പിൻഗാമിയാണ്. അത്തരത്തിലുള്ള താൽക്കാലിക പിൻഗാമിയെ കൊണ്ട് ഇറാൻ എത്രത്തോളം ഭരണം നിലനിർത്താൻ സാധിക്കും, അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ യുദ്ധത്തിൽ ഇനി എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത്, അതനുസരിച്ച് ഇറാനെ ഏതൊക്കെ രീതിയിൽ ഇത് ദോഷകരമായി ബാധിക്കും, അതൊക്കെ അനുസരിച്ചായിരിക്കും ഇറാന്റെ യഥാർത്ഥ പരമോന്നത നേതാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഇതൊക്കെ ആരായിരിക്കും, അല്ലെങ്കിൽ ഭരണം ഏത് രീതിയിൽ ആരുടെ കൈകളിലേക്ക് ഇറാനിൽ വന്നു ചേരും എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുക. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.